നമസ്കാരം. നമ്പറുകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 നമ്പറുകളാകുന്നു. അതിൽ ആദ്യത്തെ നമ്പർ 1111 ആണ്. രണ്ടാമത്തേതായ നമ്പർ 6666 ആകുന്നു. ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. എവരും ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഓം നമോ നാരായണായ എന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നമ്പറായ 1111 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. യുക്തിപൂർവം വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇവർ. വളരെ യുക്തിപൂർവം തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. പല കാര്യങ്ങളിലും യുക്തിപൂർവം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനാൽ വിജയങ്ങളും അനുകൂലമായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. സ്വകാര്യ രംഗത്തും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. കഠിനാധ്വാനം നിങ്ങൾക്ക് അനിവാര്യമായ സമയമാകുന്നു. പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ക്രമേണ കാര്യങ്ങൾ നിങ്ങൾക്ക് കഠിനാധ്വാനത്തിലൂടെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായും വിവാഹ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും. തടസ്സങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഗൃഹപ്രവേശനം തുടങ്ങിയ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലെ തന്നെ ഈ സമയം നിങ്ങൾക്ക് പ്രണയ സാഫല്യവും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാകുന്നു. ഏവരും ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പ്രധാനമായും ആഗ്രഹ സാഫല്യങ്ങൾ ഈ സമയം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ, നിങ്ങൾ അറിയാതെയോ അല്ലെങ്കിൽ ചിന്തിക്കാതെ പറഞ്ഞു പോകുന്നതായ ചില കാര്യങ്ങളാൽ നിങ്ങൾക്ക് ശത്രുക്കൾ വർദ്ധിക്കാം. ബന്ധുക്കൾ പോലും ഈ സമയം ശത്രുക്കളായി മാറുവാൻ സാധ്യത കൂടുതലാകുന്നു. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്ക് അത് കാരണമായി തീരാം. അത് നിങ്ങളുടെ ഭാഗ്യം നഷ്ടമാകുന്നതിനോ വന്നു ചേരേണ്ടതായ സൗഭാഗ്യങ്ങൾക്ക് തടസ്സങ്ങൾ വന്നു ചേരുന്നതിനോ കാരണമായി തീരാം. മറ്റുള്ളവർക്ക് നിങ്ങളിൽ അസൂയ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. അത് നിങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടോ നിങ്ങൾ ചെയ്യുന്നതായ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം. അത്തരത്തിൽ അസൂയ തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഈശ്വരാധീനം ഈ സമയം വളരെയധികം വർദ്ധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈശ്വരാധീനത്തോടെ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. രക്ഷപ്പെടുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് രക്ഷ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. താൽക്കാലികമായ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ആ തടസ്സങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. താൽക്കാലികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബം തന്നെ രക്ഷപ്പെടുന്നതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷ നൽകുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജീവിതത്തിൽ പല കാര്യങ്ങളും അത്തരത്തിൽ അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. നന്മ വരുമ്പോൾ മറ്റുള്ളവർ കൂടി, അതായത് കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കും നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നതായ ആ വ്യക്തികൾക്കും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സഹായങ്ങൾ പലർക്കും നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. തന്മൂലം അത് നിങ്ങൾക്കും അനുകൂലമായി ഭവിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. അർഹമായ വിജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ നഷ്ടപ്പെട്ടതായ പല അവസരങ്ങളും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അർഹിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പരാമർശിക്കാം. പ്രധാനമായും ബുദ്ധിശക്തി, ബുദ്ധിവൈഭവത്തോടെ പല കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവസരങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക. അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച്
നിങ്ങൾ മുന്നോട്ട് പോവുക. കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. രണ്ടാമത്തെ നമ്പറായ 6666 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹിക്കുന്നതായ കുടുംബജീവിതം, ആഗ്രഹിക്കുന്നതായ ചില സാഹചര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വിവാഹ ജീവിതം അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. സ്വന്തമായി നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത് വസ്തുവാകാം, അല്ലെങ്കിൽ വാഹനം. അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. വീട് എന്ന സ്വപ്നം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതാണ്. അത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല കാര്യങ്ങളിലും ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് പല കാര്യങ്ങളിലും പ്രകടമാകുന്ന സമയങ്ങളാണ് വന്നു ചേരുക. പലപ്പോഴും ഒന്നുമില്ലാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്നാൽ അതിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തുവാൻ പാടുള്ളതല്ല. അതായത് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെയോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തുവാൻ പാടുള്ളതല്ല. കാരണം എല്ലാം നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് വന്നു ചേരും. ഒന്നും ഇല്ലാത്തതായ അവസ്ഥയിൽ നിന്നും എല്ലാം നേടുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഉറച്ച മനസ്സോടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ നിങ്ങൾ ഒരിക്കൽ തീരുമാനിച്ചാൽ ആ കാര്യങ്ങളിൽ നിന്നും ചില അവസരങ്ങളിൽ പിറകോട്ട് പോകുന്നു എന്നതും വാസ്തവമാണ്. അത് പലപ്പോഴും നിങ്ങൾക്ക് തന്നെ വിനയായി മാറാം. ഒരിക്കലും നിങ്ങൾ അത്തരത്തിൽ ചെയ്യുവാൻ പാടുള്ളതല്ല. ഒരിക്കൽ തീരുമാനിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യമാകുന്നു. എന്നാൽ ശ്രദ്ധയോടെ തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അബദ്ധം പിണയാറുണ്ട്. അത് പെട്ടെന്ന് വരുന്ന വാശിയാലോ ദേഷ്യത്താലോ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതിനാലോ സംഭവിക്കുന്നതാകാം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാകുന്നു. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാകുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ ചില പരാധീനതകൾ നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അനുകൂലമാകുന്നില്ല എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരാം. നിഷ്കളങ്കമായ വ്യക്തിത്വം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അത് പലർക്കും മനസ്സിലാക്കുവാൻ അല്പം കൂടി സമയം എടുത്തു എന്ന് വരാം. തക്കതായ സമയത്ത് നിങ്ങൾക്ക് പ്രതികരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതികരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അത്തരത്തിൽ ശരിയായ രീതിയിൽ പ്രതികരിക്കുവാനും കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. മനസ്സിൽ കള്ളം ഇല്ലാത്തവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പല സമയങ്ങളിലും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. ചില വ്യക്തികൾക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കാതെ നിങ്ങളെ പലപ്പോഴും തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നവരാകുന്നു. അത് പിന്നീട് അവർക്ക് ബോധ്യമാകും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചു എങ്കിൽ പോലും അത് ചെയ്യാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ പല കാര്യങ്ങളിലും നിങ്ങൾ താമസം നേരിടുന്നു, അഥവാ പലപ്പോഴും അല്പം കാര്യങ്ങൾ നീണ്ടുപോകുന്നു എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഉയർച്ച നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കലഹങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ആഗ്രഹിക്കുന്ന തൊഴിൽ നിങ്ങളിലേക്ക് വന്നു ചേരാം. എന്നാൽ എടുത്തുചാട്ടം പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിങ്ങൾക്ക് വന്നു ചേരുന്നതായ സൗഭാഗ്യങ്ങൾ നിലനിർത്തുവാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആലസ്യം ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു.